സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം. പൊന്നോമനകൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളും ഷൂസുകളും ബ്രാൻഡഡ് തന്നെ വേണം, അതും മിതമായ നിരക്കിൽ. സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളുടെയും ഷൂസുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന ഒരുങ്ങിക്കഴിഞ്ഞു. സ്കൂൾ സീസണോടനുബന്ധിച്ച് എല്ലാ ബാഗുകളും പാദരക്ഷകളും കുറഞ്ഞ നിരക്കിൽ അന്നയിൽ നിന്നും ലഭ്യമാണ്. ബ്രാൻഡഡ് ഐറ്റംസുകളുമായി നിങ്ങളുടെ പൊന്നോമനകൾ ഇനി സ്കൂളിലേക്ക്. മിതമായ നിരക്കിൽ അന്നയോടൊപ്പം ഈ സ്കൂൾ സീസൺ. അന്ന ഫുഡ്വെയർ, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. ചേലക്കര ഗ്രാമപഞ്ചായത്ത് സാമൂഹിക സന്നദ്ധ സേവാ ഡയറക്ടറേറ്റ് കേരള സർക്കാരും സംയുക്തമായി നടത്തുന്ന ലഹരി വിരുദ്ധ അവബോധന ക്ലാസ് ഉദ്ഘാടനം നടന്നു. ചേലക്കര ഗ്രാമപഞ്ചായത്തും സാമൂഹിക സന്നദ്ധ സേവന ഡയറക്ടറേറ്റ് കേരള സർക്കാരും സംയുക്തമായി നടത്തുന്ന ലഹരി വിരുദ്ധ അവബോധന ക്ലാസും പരേഡും ഡെപ്യൂട്ടി ഡയറക്ടർ LSGD സിദ്ദിഖ് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വർഷം ഗ്രാമപഞ്ചായത്തിൽ ലഭിക്കുന്ന 10-15 കോടി രൂപ അതിന്റെ പദ്ധതികൾ രൂപീകരിച്ച് അത് നടപ്പാക്കുന്ന തിരക്കിനിടയിൽ നമ്മുടെ സമൂഹം ഇന്ന് ഏറ്റവും കൂടുതൽ നേരിട്ടുന്ന വെല്ലുവിളിയായ ഈ ലഹരിക്കെതിരെ സാമൂഹിക സന്നദ്ധ ഡയറക്ടറേറ്റുമായി ചേർന്ന് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച ഭരണസമിതിയെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം 2025 പിറന്നു വീണ ജനുവരി 1 തന്നെ നമ്മളിന്ന് ഈ വർഷം നമ്മൾ കേട്ടത് നമ്മുടെ ജില്ലയിൽ തന്നെ തൃശ്ശൂരിൽ ഒരു 14 വയസ്സുകാരൻ 25-30 വയസ്സിലല്ലേ ഒറ്റൊരാളെ വന്ന ആ വിഷയമാണ് നമ്മൾ അന്ന് 24 ഡിസംബർ 31 രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. 25 ജനുവരിയിൽ നമ്മൾ എല്ലാവരും ഈ വർഷം ആദ്യം കേട്ട സംഭവം അതാണ്. അതിനുശേഷം ജനുവരിയിലും ഫെബ്രുവരിയിലൊക്കെ അമ്മയെ വെട്ടിക്കൊന്നു, അച്ഛനെ വെട്ടിക്കൊന്നു, അതുപോലെ തന്നെ 2 പേരെ 3 പേരൊക്കെ അങ്ങനെയുള്ളൊരു 5-10 സംഭവങ്ങൾ നമ്മുടെ ഈ വർഷം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ കേൾക്കാനും അനുഭവിക്കാനിടയായി. അതാണ് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നമ്മുടെ ലഹരിയെ കണക്കാക്കുന്നത്. എന്താണ് ലഹരി? MDMA അല്ലെങ്കിൽ ഇപ്പോ രാസലഹരി, MDMA അതാണ് പുതിയത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. പണ്ട് പുകവലി കഞ്ചാവൊക്കെ ആയിരുന്നു നമ്മൾ ലഹരി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ സാധനമൊക്കെ ഇപ്പൊ അടുത്ത് വന്നതാണ്. ഇപ്പോൾ നമ്മളൊന്നും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ലഹരി എന്ന് പറഞ്ഞാൽ അതൊരു കഞ്ചാവ് അങ്ങനെ തുടങ്ങി. MDMA ഒക്കെ ഇപ്പോൾ 5-10 വർഷത്തിന്റെ ഉള്ളിലാണ് വന്നത്. അതായത് 2000-ന് ശേഷമാണ് നമ്മളൊക്കെ അത് ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. സത്യത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുന്ന, നമുക്ക് സന്തോഷം തരുന്ന എല്ലാം ലഹരിയാണ്. ചടങ്ങിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ അധ്യക്ഷത വഹിച്ചു. ഈ സമയത്ത് തന്നെ അവരത് വന്ന് നമുക്ക് നമ്മുടെ ചേലക്കരയിലേക്ക് എത്തി നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചു. തീർച്ചയായിട്ടും പ്രത്യേകം ഈ ഒരു അവസരത്തിൽ ടീമിനെ നമ്മൾ പ്രത്യേകം ഞങ്ങളുടെ ഓരോരുത്തരുടെയും അതുപോലെ തന്നെ ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെയും നന്ദി കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. നമുക്കറിയാം സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് മുൻകാലങ്ങളിൽ നമുക്ക് കുട്ടികൾക്ക് അവരെങ്ങനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കും, അതല്ലെങ്കിൽ അവർക്ക് ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, പുസ്തകത്തിന് അവരെങ്ങനെ വീണ്ടും മഴക്കാലമാവും, അങ്ങനെയുള്ള 100 ടെൻഷനാണ് നമ്മുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടാവുക. എന്നാൽ ഇപ്പൊ നമുക്ക് അതെല്ലാം നമ്മുടെ മക്കളെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ലോൺ എടുത്തിട്ടാണെങ്കിലും പണിക്ക് പോയിട്ടാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെ വളരെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിച്ച് അവർ വലിയ മെഡിക്കന്മാരും മെഡിക്കലൊക്കെ ആവുമ്പോൾ നമുക്ക് വേറെ നിരവധി പ്രശ്നങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സർക്കാർ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പഠിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്തിനേക്കാൾ കൂടുതലായി നമ്മുടെ കുട്ടികൾക്ക് സ്കൂളുകളിലൊക്കെ ആണെങ്കിലും അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. നമ്മുടെ കുട്ടികളിൽ നിന്നാണ് അത് തുടങ്ങുന്നത് കാര്യമായിട്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികളിൽ നിന്ന് തന്നെ ഇത് നമുക്ക് തുടങ്ങുന്നതിന് വേണ്ടി നമ്മൾ അവരെയൊക്കെ ഈ ഒരു ക്ലാസ്സിന് വേണ്ടി നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അറിയാതെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ അതിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഉണ്ടാവില്ല, പക്ഷെ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയുന്നതുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ടീച്ചറെയോ അതല്ലെങ്കിൽ രക്ഷിതാക്കളെയോ പറയുക. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ ഈ ഒരു ദിവസത്തെ ക്ലാസ് കിട്ടുമ്പോൾ തീർച്ചയായും അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ളവർക്ക് അതല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി. ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H. ഷെലീൽ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ KK,
21 വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി ചേലക്കര ഗ്രാമപഞ്ചായത്ത് എം ജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. കൂടാതെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ കുട്ടികളും പ്രതിനിധികളും അധ്യാപകരും ക്ലാസ്സിനായി എത്തിച്ചേർന്നു. സന്നദ്ധ പ്രവർത്തകരും ലഹരി വിരുദ്ധയും എന്ന വിഷയത്തിൽ പ്രോജക്ട് ഇന്റേണൽ സാമൂഹിക സന്നദ്ധ സേവ ഡയറക്ടറേറ്റ് അംഗം അക്രം ക്ലാസ് എടുത്തു. വിമുക്ത കോർഡിനേറ്റർ ഷഫീഖ് ലഹരി വിരുദ്ധ അവബോധന ക്ലാസ് എടുത്തു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സന്ദീപ് എ വി നന്ദി പറഞ്ഞു. ഇവിടെ പങ്കെടുപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ദിവസത്തെ പരിപാടിയായി അവസാനിപ്പിക്കാനല്ല ചേലക്കര ഗ്രാമപഞ്ചായത്ത് കരുതുന്നത് അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിന്റെ തുടർ പ്രവർത്തനം പഞ്ചായത്ത് ആലോചിച്ചു വരുന്നുണ്ട്. ആ തുടർ പ്രവർത്തനം ഇവിടെ പ്രതിനിധീകരിച്ച് വന്നിട്ടുള്ള കുട്ടികളുടെ, അധ്യാപകരുടെ ഓരോ ക്ലാസ് മുറികളിലേക്കും ഒരു അര ദിവസമെങ്കിലും എടുത്ത്, ഒരാളിങ്ങനെ പ്രസംഗിക്കുന്നതല്ല, കുട്ടികൾ കേട്ടുപോവുക എന്നുള്ളതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പങ്കെടുക്കുന്ന കുട്ടികൾ പരസ്പരം പരിചയപ്പെട്ട് അവരുടെ മനസ്സിലുള്ള ആ വിഷയങ്ങളെ കുറിച്ച് പൊതു ചർച്ച ചെയ്ത് കുറവുകളുണ്ടെങ്കിൽ അത് തിരുത്തി കൃത്യമായി സംസാരിച്ച് സംവദിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വലിയ ക്യാമ്പയിനിന് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഇതിന് ശേഷം തുടക്കം കുറിക്കുന്നുണ്ട്. അന്ന് ഇവിടെ പങ്കെടുത്തിട്ടുള്ള വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ അധ്യാപകരുടെയും ഓരോ കുട്ടികളുടെയും സഹകരണം, പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിന്റെ തുടക്കം മാത്രമാണ് ഈ ഒരു അവബോധന ക്ലാസ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ദയവ് ചെയ്ത് പങ്കെടുക്കാൻ വന്നിട്ടുള്ള ആരും തന്നെ പാതി വഴിയിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോകരുത്. നമ്മുടെ ഈ ഉദ്ദേശിച്ചിട്ടുള്ള ഇവിടെ ക്ലാസ് എടുക്കുന്നത് യൂണിറ്റിയുടെ കോർഡിനേറ്റർ ഷെഫീഖ് സാറാണ്. അദ്ദേഹം എത്തിയിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകൾ കഴിഞ്ഞ് നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ പങ്കുവെച്ച്, നിങ്ങളുടെ മനസ്സിലുള്ള ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ ഉണ്ടാവും, അതൊക്കെ പങ്കുവെച്ച് നിങ്ങളുടെ സഹപാഠികളോട് ഈ ലഹരിക്കെതിരെ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്കായിരിക്കണം ഓരോ കുട്ടികളും ചേലക്കര പഞ്ചായത്തിന്റെ പടിയിറങ്ങി പോകേണ്ടത്. ഈ വിഷയം ഈ കാലഘട്ടത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. നമ്മുടെ കൈപുസ്തകത്തിൽ അച്ചടിച്ച് വെച്ചിട്ടുള്ള മലയാള അക്ഷരങ്ങൾ കാണാപ്പാടം പഠിച്ച് മാർക്ക് വാങ്ങിയാൽ ഒരുപക്ഷെ നമുക്ക് A+ഉം മുഴുവൻ മാർക്കും ഉപരിപഠനത്തിന് ആവശ്യമായ പശ്ചാത്തലമൊക്കെ ഉണ്ടാക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക്